Hi, welcome Sally to Kerala Product Hunt podcast. Sally, Malappurathulla district and now you are running your own startup. Yes, it's spanned across 50 countries and possibly one of the $1 billion company from Kerala in future. So, this episode, people want to know what the journey has been like. Maybe you can start with your childhood and what motivated you to start this thing, right? Thanks for having me. Now, we know each other for the last 6 years, I think. 6-7 years. Right? So, ഞാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പ്രൈമറിലി കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്തത്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നത് ഞാനൊരു 4th-5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം early 2000 സമയത്ത് വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഫാദർ ഗൾഫിലായിരുന്നു. ഫാദർ ഫോർ സം റീസൺ ഹി ടുക്ക് എ ഡിസിഷൻ ദാറ്റ് കമ്പ്യൂട്ടർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമുക്ക് കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഇനീഷ്യൽ ഇന്ററാക്ഷൻസും സാധനങ്ങളെല്ലാം വരുന്നത്. ഐ പേഴ്സണലി ഫീൽ ദാറ്റ് അതാണ് എനിക്ക് എന്താ പറയാ ആ സീഡ് തൊട്ട് തുടങ്ങാനുള്ള മെയിൻ റീസൺ ആയത്. അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നത്. കാരണം ഞാൻ ചൈൽഡ്ഹുഡിൽ പ്രത്യേകിച്ച് എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ പൊതുവെ ഒരു കുത്തിപ്പൊളിക്കുന്ന ടൈപ്പ് ആളാണ്. കുത്തിപ്പൊളിക്കുക എന്ന് പറയുന്നത് ഇപ്പം എനിക്കും ബ്രദറിനും സെയിം ടോയ്സ് മേടിച്ചു തരാണെങ്കിൽ ഐ റിയലി വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഇൻസൈഡ് ദാറ്റ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്യും. അതിനുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഐ സ്റ്റിൽ ഓപ്പൺ ആൻഡ് എക്സ്പ്ലോർ ഇറ്റ്. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെ ചെയ്യാന്ന് ഫിഗർ ഔട്ട് ചെയ്തിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ ചെയ്യുന്നത് ഗെയിമിംഗ് ആയിരുന്നു. ഗെയിം എന്ന് പറഞ്ഞാൽ പ്രോ ഗെയിമർ എന്നല്ല, അന്നത്തെ ഗെയിമുകളും സാധനങ്ങളും കളിക്കലായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് എന്താ പറയുക ഒരു കമ്പ്യൂട്ടറിനോടുള്ളൊരു ഇൻസ്പിറേഷൻ സാധനം വന്നു തുടങ്ങിയത്. യെസ്, അപ്പോ കമ്പ്യൂട്ടർ ഇപ്പൊ മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ട്, അപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഗെയിം കളിച്ച് തന്നെ അതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്താ പറയുക ഗെയിം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുള്ളൂ. സോ അതിലേക്കുള്ള ഒരു പാഷൻ എങ്ങനെയാ വന്നത്? അല്ല, ഒന്ന് ഇതിലൊരു സൈഡ് സാധനങ്ങളെന്ന് വെച്ചാല് early 2000 ഗെയിമിംഗ് കൾച്ചറും അല്ലേ ഇപ്പം. ഗെയിമിംഗ് ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് കരിയർ ആസ് വെൽ. അപ്പൊ നമുക്ക് ഈ സ്പോർട്സ് ഉണ്ട്. അപ്പം കുറെ കൂടി അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അതിനെ കാണുന്നുണ്ടാവും. ഗെയിമിംഗ് ഒരു സാധനമാണ്, ഗെയിം ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിന്റെ വേറെ സെറ്റ് ഓഫ് പരിപാടിയാണ് വീഡിയോ പ്രൊഡക്ഷൻസ്. ആ കമ്പ്യൂട്ടർ വെച്ച് നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് പഠിക്കുന്നതാണ് അതിലൊരു വാല്യൂ എന്നുള്ളതാണ് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്ന് ഗൈഡ് ചെയ്യാൻ ആൾക്കാരും ചിലപ്പം കുറെയൊക്കെ ഇപ്പം ഫിഗർ ഔട്ട് ചെയ്യാൻ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ സാധനങ്ങൾ പറഞ്ഞു തരുന്നൊരു സിസ്റ്റമാണ് എനിക്ക് തോന്നുന്നത് കുറെ കൂടി നമ്മളെ ആസ്പയർ ചെയ്യുന്നത്. കാരണം അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ ലെസ് ദാൻ 100 kbps ഒക്കെ നമുക്ക് കിട്ടുന്ന സ്പീഡ് 2G ടൈമാണ്. അപ്പൊ എനിക്ക് ഞാനൊക്കെ നെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു 8th, 9th, 10th സമയത്താണ്. early 2010 ആ സമയത്താണ് പ്രോപ്പർലി സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പൊ അത് എന്താ പറയാ എനിക്കൊന്ന് കുറെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യുന്നതാണ് അവിടുത്തെ വാല്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് യു സ്റ്റാർട്ടഡ് ദ കമ്പനി വിത്ത് someone you met on Yahoo chat, right? അപ്പൊ അതിന്റെ ഒരു സ്റ്റോറി could you share? സോ ഞാൻ ബേസിക്കലി ഒരു 10th കഴിഞ്ഞ് സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അവിടെ നിന്നാണ് ഞാൻ പ്രോപ്പർലി ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്ങും സാധനങ്ങളൊക്കെ പഠിക്കുന്നതും ചെയ്യുന്നതെല്ലാം. അപ്പൊ അതെനിക്ക് ഭയങ്കര ആസ്പെക്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും അതിങ്ങനെ ബിൽഡ് ചെയ്യാൻ പഠിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിയ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈവൻ ദോ സ്കൂളിൽ C++ ആണെങ്കിലും റിയൽ വേൾഡിൽ PHP പഠിച്ചിട്ടാണ് തുടങ്ങിയത്. PHP വെച്ച് സിമ്പിൾ വെബ്സൈറ്റ് ഉണ്ടാക്കി. എനിക്കൊന്ന് അന്ന് ഞാനൊരു സാധനം സ്വന്തം ബിൽഡ് ചെയ്തത് ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടൊരു ചെറിയ സ്റ്റുഡൻസിന്റെ റെക്കോർഡ്സ് എല്ലാം എൻ്റർ ചെയ്യുന്നതും റീഡ് ചെയ്യുന്ന സാധന സിസ്റ്റമാണ് ഞാൻ ആദ്യം റിയൽ വേൾഡ് സോഫ്റ്റ്വെയർ ആക്കിയിട്ട് സ്കൂളിൽ ഒരു +2 സമയത്താണ് ഇത് ചെയ്തത്. അപ്പൊ അവിടുത്തെ സാറുണ്ടായിരുന്നു, പുള്ളിയും നല്ല അപ്രീഷിയേറ്റ് ചെയ്തു. പുള്ളിയും എനിക്കൊരു കാര്യം സംഭവിച്ചത്, പുള്ളിയും ഈ കാര്യങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു. പുള്ളിക്ക് ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ഞാൻ PHP എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കി ഓൺലൈനൊക്കെ റിസർച്ച് നടത്തി. പണ്ട് ഈ വാപ്പ് വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ പണ്ടത്തെ നോക്കിയ സിംബിയൻ ഫോൺസിലും അല്ലെങ്കിൽ സിംബിയൻസ് അല്ലാത്ത ഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. നോർമലി വെബ്സൈറ്റ്സ് എന്നാ പറയാ. അതിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് അന്ന് കുറെ എന്താ പറയാ വെബ്സൈറ്റ് ബിൽഡേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ
നോക്കിയയുടെ ഈ 66, അതായത് നമ്മുടെ സിംബിയൻ പോലും അല്ലാത്ത ഫോൺ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വാപ്പ് വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു അന്ന്. അത് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഏർലി 2010-11 സമയത്താണ്. അന്ന് ഈ സാധനം ഉണ്ട് ആക്ച്വലി അവിടെ. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്ന അന്നാണ്. അതിന് മുമ്പ് തന്നെ ഈ സാധനം എക്സിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന സാധനം നമുക്ക് അന്ന് ആ വാപ്പ് വെച്ചിട്ട് നമുക്ക് വാപ്പ് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ സാധനമാണ്. അപ്പൊ അതിന്റെ കുറെ ഫോറംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടത്. അപ്പം അവനോട് സംസാരിച്ചപ്പോ അവൻ കുറെ കൂടി അതിലൊരു മാർക്കറ്റിംഗ് സൈഡ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അവനൊരു ഫ്രണ്ടിനെ അറിയാന്ന് പറഞ്ഞു. ആ ഫ്രണ്ടാണ് PHP ഒക്കെ അറിയുന്ന ഒരാള്. ഞാൻ ആദ്യമായിട്ട് PHP അറിയുന്ന ഒരാളെ പരിചയപ്പെട്ട ആളാണ് ഇപ്പൊ എന്റെ കോഫൗണ്ടർ അനീസ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ററാക്ഷൻ. അത് ഞങ്ങൾ ഇതുപോലെ തന്നെ ഓൺലൈൻ മീറ്റ് ചെയ്താണ്. ഞങ്ങള് പുള്ളിയുടെ മലപ്പുറത്ത് തന്നെ, പുള്ളിയുടെ വീട് പെരുന്തൽമണ്ണയാണ്. അതൊരു എന്താ പറയാ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. കാരണം നമ്മള് ഇതൊക്കെയാണ്, നമ്മളിപ്പോ ലാസ്റ്റ് മോർ ദാൻ 10-12-15 years ആവുന്നു ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. ഇപ്പൊ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കോഫൗണ്ടർ എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല.